ഹലോ ഗൈസ്, നമ്മളിന്ന് സ്റ്റാർ സ്കൗട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഗൈസ്, നമുക്ക് 6500 ടോക്കണേ ഉള്ളൂ. സ്റ്റിൽ നമ്മളൊരു ട്രൈ നടത്തുന്നേ ഉള്ളൂ. ഗൈസ് 115 കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന കാർഡൊക്കെ നമ്മൾ സ്കിപ്പ് അടിക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് ആരെയാണ് സ്റ്റാർ സ്കൗട്ടിൽ നിന്ന് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ മുമ്പത്തെ സ്റ്റാർ സ്കൗട്ട് ചെയ്തപ്പോൾ ഒന്നും കാര്യമായിട്ട് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു വട്ടം ഞാൻ 113 ഒരു കാർഡ് വന്നായിരുന്നു. അന്നേരം ഈ കേസ് 115 കാർഡൊക്കെ വന്നുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, ടോക്കണും ഇല്ലായിരുന്നു. ഓക്കെ, അതുപോലെ നോക്കാം. അറ്റാക്കർ OVR 111 തൊട്ട് 113. സോ നമുക്ക് എന്തായാലും റിഫ്രഷ് അടിക്കാൻ തോന്നി ഗൈസ്. ഒരു 114 115 കിട്ടുവാണെങ്കിൽ നമ്മളെന്തായാലും എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടോക്കൺ സെറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം സ്റ്റാർ സ്കൗട്ട് ചെയ്യണോ വേണ്ടിയോ നോക്കാൻ. ഓക്കെ, മിഡ്ഫീൽഡറാണ്. ആരാണാവോ? അൺട്രേഡബിളും ആണ് ഈ ജെറാഡിൻ്റെ വല്ല കാർഡാണെങ്കിൽ W ആയേനെ. ഓക്കെ, ഫെസ്റ്റിവിച്ചസിൻ്റെ കാർഡാണ്. ഡഗ്ലൻ റൈസ് ഉണ്ട്, പാമറുണ്ട്. ഈ പാമറിൻ്റെ കാർഡ് കിട്ടിയാൽ W ആണ്. ഈ പാമറിൻ്റെ കാർഡ് കിട്ടണമെന്നുണ്ടായിരുന്നു. ഓക്കെ, 110 ഈ നമുക്ക് എന്തായാലും സ്കിപ്പ് അടിക്കാം, റിഫ്രഷ് ചെയ്യാം ഗീസ്. കാരണം 110 കാർഡ് കൊണ്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ ഗീസ്, നിങ്ങൾ മൊത്തം എത്ര ടോക്കൺ ഇതിനകത്ത് പൊട്ടിച്ചു എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്മുടെ എക്സ്ട്രാ ടൈം പിക്കിൻ്റെ ഇത് ചെയ്തപ്പോൾ കിട്ടിയ ടോക്കണാണ്. അത് വെച്ച് എന്നാൽ പിന്നെ നമ്മൾ സ്റ്റാർ സ്കൗട്ട് ചെയ്തേക്കാൻ വെച്ചിട്ട് എടുത്തതാണ് ഗീസ് നമ്മളെ തേർഡ് അക്കൗണ്ടിൽ. ഓക്കെ, ഡിഫെൻസാണ് ഗീസ്. ഡിഫെൻസിൽ നിന്ന് അൺട്രേഡബിൾ പ്ലെയർ. നമ്മൾ കൃത്യം പൊസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അൺട്രേഡബിളിലോട്ടാണ് പോകുന്നത്. ഞാൻ എപ്പോൾ നോക്കിയാലും അങ്ങനെയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഫെസ്റ്റീവ് ഫിക്സ്റ്റേഴ്സിൻ്റെ ആണ് ഈ ഗബ്രിയലിൻ്റെ കാർഡുണ്ട്, വാൻഡൈക്കുണ്ട്. ഓക്കെ, വാൻഡൈക്ക് എങ്ങനെ കിട്ടും? ഇല്ല, ഈ ബ്രൈറ്റൻ്റെ കാർഡാണ്. ഓക്കെ, 111 അല്ലെങ്കിൽ 110. നമുക്ക് റിഫ്രഷ് അടിക്കാം എന്തായാലും. ഓക്കെ, ഒരു ബെറ്റർ കാർഡ് കിട്ടില്ലെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് കിട്ടില്ലെന്ന് അറിയാം. എന്നിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഇതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മെയിൻ അക്കൗണ്ടിലൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും 117 തൊട്ട് 113. സോ നമുക്ക് എന്തായാലും സ്കിപ്പ് അടിക്കാം. അടുത്ത വന്നിട്ടുണ്ട് എന്തായാലും. ഫസ്റ്റത്തെ എന്തായാലും ഫ്രീ ആണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ്. സോ നമ്മളെന്തായാലും ഫുള്ള് ടോക്കൺ ഇതിനകത്ത് പൊട്ടിച്ച് തീർക്കുമോ എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം ഒരു 2-3 കൂടി പോവാം. എന്നിട്ട് എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ടോക്കൺ സേവ് ചെയ്ത് വെച്ച് അടുത്ത സ്റ്റാർ സ്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആനിവേഴ്സറിയിലെ കാർഡാണ്, 113. സോ നമുക്ക് എന്തായാലും സ്കിപ്പ് അടിക്കാം. ഇങ്ങനെ ആദ്യം നല്ല സിമ്പിളുകൾ തന്ന്, മീൻസ് ആദ്യം പൊട്ട കാർഡാണോ ഇല്ലെങ്കിൽ OVR എത്തിയാണെന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിച്ച് പോകുമായിരുന്നു. അൺട്രേഡബിൾ ആണ്. എന്തായാലും ടോക്കൺ പൊട്ടിക്കണം അറിയണമെങ്കിൽ. അടുത്തത് ആനിവേഴ്സറി കാർഡാണെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിക്കാം. ആനിവേഴ്സറി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്കിപ്പ് അടിക്കാനേ ഉള്ളൂ. ഗ്ലോറിസിയാസോ ഫെസ്റ്റീവ് ഫിക്സ്റ്റേഴ്സോ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് 10,000 കൊടുത്ത് പൊട്ടിക്കാം. പക്ഷേ 10,000 നമ്മളെടുത്തില്ല. ഞാനൊരു 110 കാർഡാണെങ്കിൽ 111 തൊട്ട് 113. നല്ല റിഫ്രഷ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല ഗെയ്സ്. ചിലർക്ക് നല്ല ലക്ക് കിട്ടും ചില സമയത്ത്, ചിലർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അൺട്രേഡബിൾ ആണ്. ഓക്കെ, ബാലൻഡിയറിനാണ്. സോ വെർത്തല്ല, നമുക്ക് സ്കിപ്പ് അടിക്കാം. സോ നമ്മളത് 3200 ടോക്കൺ ആയിട്ടുണ്ട്. കുറച്ചും കൂടി പോകാം കേസ്, നമുക്ക് ടോക്കൺ കുറച്ചും കൂടി നോക്കാം. ഒരു 2 കൂടിയൊക്കെ നോക്കിയിട്ട് നമുക്ക് നിർത്താം കേസ്. അൺട്രേഡബിൾ ആണ്. അതുപോലെ തന്നെ അടുത്ത ഡിഫെൻസാണ് കേസ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും കിട്ടത്തില്ല കേസ് നമുക്ക്. ഓക്കെ, ഫെസ്റ്റീവ് ഫിക്സ്റ്റേഴ്സിൻ്റെ ഇത് തന്നെയാണ്. മിക്കവാറും അടുത്തേയും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കായിരുന്നു. ഇനി സ്റ്റാർ സ്കൗട്ടിൻ്റെ വീഡിയോ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക.